നമ്മൾ പുതിയ തലമുറയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞൊരു സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് 80-കൾ മുതൽ ലോകത്ത് വന്നു കഴിഞ്ഞു. ഇന്ന് ലോകം ചെറിയൊരു നമ്മളെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു സാധനമാണ് ലോകം. വേണേൽ ഗ്ലോബ് എടുത്ത് കയ്യിൽ വെച്ചാൽ അത്രയ്ക്ക് ഒതുങ്ങുന്നൊരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വിവരവും കിട്ടാനും ഇപ്പോൾ ആരുടെ ചോദിക്കണ്ട, ചാറ്റ് GPT-യിലോ സിക്കിലോ സ്പീഡിലോ എന്നൊക്കെ പറഞ്ഞ് എത്ര സാധനങ്ങളാണ് കിടക്കുന്നത്. പിന്നെ ഒരാളിപ്പോൾ പ്രധാനമന്ത്രിമാർ പോലും, ട്രംപ് പോലും പറയുന്ന അതിലൊക്കെയാണ് എക്സ് പോലുള്ള മീഡിയകളിലൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ എക്സ് അത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പം അങ്ങനെ ഒരു തലമുറ തന്നെ ഇത് ഉപയോഗിക്കുകയാണ്. കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ഉപയോഗിച്ച് വരികയാണ്. അപ്പോൾ അപ്പോഴാണ് പിന്നെ നേപ്പാളിലെ ഒരു വിഷയം ഞാൻ ചോദിക്കട്ടെ, നേപ്പാളിലെ ഗവൺമെന്റിനകത്ത് എന്ത് കാര്യമൊന്നേ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന് വരുമാനം കുറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം കമ്പനിയല്ലേ പറയേണ്ടത്? അഥവാ വരുമാനം കുറഞ്ഞാൽ അത് അവർ നോക്കട്ടെ, അല്ലെങ്കിൽ ഗൂഗിളുകാർ നോക്കട്ടെ, ഇത് ഫേസ്ബുക്കുകാർ നോക്കട്ടെ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയെല്ലാം ലോകത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവർക്ക് അപ്രമാദിത്വം കിട്ടിയ അധികാരം കിട്ടിയിട്ടുണ്ടോ? അല്ലാതെ ഇപ്പോൾ കേരളം പോലെ ബംഗാൾ പോലെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയും ഒരു ഭരണഘടനയ്ക്കകത്ത് നിൽക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് പരിമിതിയുണ്ട്. അല്ലാതെ അപ്രമാദിത്വമുള്ളൊരു ഭരണഘടനയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഭരണം കിട്ടിയിട്ടുണ്ടോ? അവിടെ എല്ലാം എന്ത് സംഭവിച്ചിട്ടുണ്ട്? പൗര സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ഹനിച്ചിട്ടുണ്ട്. ടിയാൻമെൻ സ്ക്വയർ നമുക്ക് ഭയങ്കര ഉദാഹരണമാണ്. അത് അവിടെ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെയാണ് സ്വാതന്ത്ര്യം ചോദിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരൊറ്റ കാര്യത്തിന് ടിയാൻമെൻ സ്ക്വയറിൽ എത്ര ലക്ഷം കുട്ടികളെയാണ് വെടിവെച്ച് കൊന്നത്. പക്ഷേ അത് അവിടെ നിന്നുപോയി, ആ സമരം അവിടെ നിന്നുപോയി. ഉത്തര കൊറിയയിൽ നിങ്ങൾ നോക്കൂ, സോവിയറ്റ് റഷ്യ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ റഷ്യ ഇല്ല. നോക്കൂ, സോവിയറ്റ് റഷ്യ ഇല്ല, റഷ്യയേ ഉള്ളൂ. ഉക്രൈനൊക്കെ ആയിട്ട് എത്ര സ്ഥലങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. നേപ്പാളിലെ പഴയ ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രി, ഇപ്പോൾ താൽക്കാലിക പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിനെ വെച്ചിട്ടുണ്ട് അവിടെ. ഇതിന് തൊട്ടുമുള്ള പ്രധാനമന്ത്രി എന്ത് ഉത്തരവാണ് കൊണ്ടുവന്നത്? ആരോടെങ്കിലും ആലോചിക്കാതെ യാതൊരു തത്വദിശയില്ലാതെ ഒരു ഉത്തരവ് കൊണ്ടുവന്നു. ജനങ്ങൾ തെരുവിലിറങ്ങി. ജെൻ ഇസഡ് എന്നും ജെൻ സി എന്നൊക്കെ പറഞ്ഞുള്ള വലിയ കമ്പനികളുണ്ട്, വലിയ ടീമുകളുണ്ട്. അവർ രംഗത്തിറങ്ങി നേപ്പാളിനെ അവർ കൈകാര്യം ചെയ്ത അവസാനം സൈന്യം അത് ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ സൈന്യം ഒരു മാന്യത കാണിച്ചു. എന്താണെന്ന് പറയുക, ഇപ്പൊ പാകിസ്ഥാനിലായിരുന്നെങ്കിൽ സൈന്യം എന്ത് ചെയ്താൽ ഇത് ഏറ്റെടുത്താൽ പിന്നെ ആർക്കും കൊടുക്കൂല, അവർ വെച്ചുകൊണ്ടിരുന്ന് കളിക്കും. പക്ഷെ പാകിസ്ഥാനിലൊക്കെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചു. സൈന്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ വെച്ച് കളിക്കും അധികാരം. ഒറ്റ സമയം നേപ്പാളിൽ അത് ചെയ്തില്ല. അവരൊരു ചീഫ് ജസ്റ്റിസിനെ അവിടെ എന്ത് ചെയ്തു, ഇതായിട്ട് വെച്ചു. ഏതായിട്ട് നമ്മുടെ ഈ പ്രധാനമന്ത്രിയായിട്ട്, താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് വെച്ചു. അതിൽ പക്ഷേ ജൻസിക്കാർക്ക് അത്ര ഒരു താല്പര്യമില്ലായിരുന്നു. അവർ വേറൊരാളുടെ പേരാ പറഞ്ഞത്. പക്ഷേ എങ്കിലും വച്ചു. അവിടെ കാര്യങ്ങൾ ഇപ്പോൾ ഒരുവിധം സമാധാനത്തിലേക്ക് വരുന്നു. എന്തായാലും നമ്മൾ മനസ്സിലാക്കണം, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ വീട്ടിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഇനി ഈ പുതിയ തലമുറയെ, വിവരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിൽ താമസിക്കുന്ന ഒരു തലമുറയെ നമുക്ക് അങ്ങനെ കെട്ടി നിർത്താൻ പറ്റില്ല. അതാണ് ലോകം. ഇപ്പൊ സോഷ്യൽ മീഡിയ കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ തന്നെ പഴയ കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു ഉദ്യോഗസ്ഥനോ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ആരറിയാൻ പോകുന്നു? ചിലപ്പോൾ ഒരു ദൂരദർശനിൽ വരും. ദൂരദർശൻ സർക്കാരിന്റെ ചാനലാണ്, അതിൽ വരില്ല. പിന്നെ ആകാശവാണി സർക്കാരിന്റെ അതിൽ വരത്തില്ല. പിന്നെ ഒരു ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 4-5. ഇന്നതാണ് സ്ഥിതി. ഇന്നൊരാളിന്റെ ഒരു വിഷയം വന്നാൽ സ്വാഭാവികമായി സാറ്റലൈറ്റ് ചാനലുകൾ വരുന്നതിന് മുമ്പേ അതിനെ കൃത്യമായ സോഷ്യൽ വിഷയമാക്കി ആര് മാറ്റിയെടുക്കും? സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാറ്റിയെടുക്കും. അതുകൊണ്ട് പുതിയ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആ കാലത്ത് യാതൊരു തത്വദിശയില്ലാതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ തീരുമാനമെടുത്തത്. അതിനുള്ള വലിയ വില അവർക്ക് കൊടുക്കേണ്ടി വന്നു. മന്ത്രിമാരെയൊക്കെ തെരുവിലിട്ടടിക്കുന്ന കാഴ്ച കണ്ടു, സ്റ്റേഡിയത്തിലിട്ടിട്ട് അടിച്ച കാഴ്ച കണ്ടു. അവർ തലങ്ങും വിലങ്ങും ചെറുപ്പക്കാരെ അവിടെ ഇറങ്ങി കലാപം ഉണ്ടാക്കി. കലാപം ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയം. ജനാധിപത്യ വ്യവസ്ഥയിൽ കലാപം ശരിയോ തെറ്റോ എന്ന്. പക്ഷേ അതിനാധാരമായ കാര്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന വസ്തുവിനെ അങ്ങനെ നമുക്കങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല. പാരതന്ത്ര്യം മനുഷ്യർ ഒരുപാട് കാലം അനുഭവിക്കില്ല, അത് കൊണ്ടുപോവുകയില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവർ വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിനെ തകർത്ത് തരിപ്പണമാക്കി പുറത്തു വന്നത്.